ഹലോ, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലിപ്പൻ ആർട്ടാണ്. ഇവിടെ ഇപ്പൊ ലിപ്പൻ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് MDF ബോർഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തുടക്കക്കാരാണ് ഇത് ചെയ്ത് പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് കേക്ക് ബോർഡിൽ കേക്ക് ബേസ് ഒക്കെ ഇല്ലേ അതിൽ ചെയ്തിട്ട് പഠിച്ചിട്ട് എന്നിട്ട് MDF ബോർഡിലേക്ക് മാറാവുന്നതാണ്. ഈ ഒരു MDF ബോർഡ് ഞാൻ ഓൺലൈൻ ആയിട്ടാണ് ട്ടോ മേടിച്ചിട്ടുള്ളത്. ഇത് 8 പീസായിട്ടാണ് ഉണ്ടായിരുന്നത്. 200 സംതിങ് ആണ് റേറ്റ് എന്ന് തോന്നുന്നു. ഞാൻ ലിങ്ക് ഇട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ കൊടുക്കാട്ടോ. അപ്പൊ ഇനി നമുക്ക് ചിത്രം വരച്ചെടുക്കാണ് വേണ്ടിയത്. അതിന് നമുക്ക് പല മോഡലും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ട്ടോ. കോമ്പസ് യൂസ് ചെയ്തിട്ട് ഹാഫ് സർക്കിൾ ആയിട്ട് ഇങ്ങനെ ഫുള്ളും വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ലിപ്പൻ ആർട്ട് എന്താന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാട്ടോ. ചെളിയും കണ്ണാടിയും ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു കലാരൂപമാണ് ഈ ലിപ്പൻ ആർട്ട് എന്ന് പറയുന്നത്. റബ്ബായി സമുദായത്തിലെ സ്ത്രീകളായിരുന്നു ട്ടോ ഇത് പ്രധാനമായിട്ടും ചെയ്തു വന്നിരുന്നത്. ഈ കണ്ണാടികൾ ദുരാത്മാവിൽ നിന്നും അകറ്റി വീടുകളിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇനി നമുക്ക് വേണ്ടിയത് ക്ലേ ആണ് ട്ടോ. ഇത് ഫെവിഗ്രില്ലിന്റെ മോൾഡി ക്ലേ ആണ്. ഇതിന് ഒരു പാക്കറ്റിന് 25 രൂപയാണ് വരുന്നത്. ഇനി ഈ ക്ലേ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നൂല് പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മൾ ഈ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് ഒട്ടിച്ചെടുക്കാം ട്ടോ. ഞാനിവിടെ ക്ലേ മിക്സ് ചെയ്യുന്ന സമയത്ത് ഹാഫ് പോർഷൻ മാത്രം ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ട്ടോ. പിന്നെ ഞാനത് മുഴുവനായി എടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആദ്യമായി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഹാഫ് പോർഷൻ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ട്ടോ നല്ലത്. കാരണം ഇതൊന്ന് ശരിയായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പത്തിന് നമ്മുടെ ക്ലേ ഡ്രൈ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ലേ വെച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം ട്ടോ. ആദ്യം ഒന്നും ചെയ്യുമ്പോൾ ഇതൊന്നും ശരിയായിക്കോണമെന്നില്ല. ഒരേ തിക്നെസ്സിലാവുമ്പോഴാണ് നമ്മുടെ ആർട്ട് വർക്ക് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ ട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റപ്പായി സമുദായത്തിലെ സ്ത്രീകൾ പണ്ടൊക്കെ ചെളിയും കളിമണ്ണും ഒക്കെ ഉപയോഗിച്ച് അവരുടെ വീടിന്റെ പുറവും അകവും ഒക്കെ ഇതുപോലെ ചെയ്തിരുന്നു ട്ടോ. പരമ്പരാഗത പെട്ടികളും ഇതുപോലെ ചെയ്തു വന്നിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും ഇത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. പരമ്പരാഗതമായി വെള്ള നിറത്തിലാണ് ലിപ്പൻ ആർട്ട് എങ്കിലും ഇപ്പൊ പല വർണ്ണങ്ങളിലാണ് ഇത് ചെയ്തു വരുന്നത്. അപ്പൊ ക്ലേ വെച്ചിട്ട് മുഴുവനായി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ബേസ് കോട്ട് കൊടുക്കണം. അതിന് വൈറ്റ് അക്രലിക് പെയിന്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മുഴുവനായി ബേസ് കോട്ട് വൈറ്റ് അടിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് ഉണങ്ങാൻ വിടണം ട്ടോ. എന്നിട്ടാണ് ഇനി നമുക്ക് ഇതിന് പെയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ കളർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പേസ്റ്റൽ കളേഴ്സിലാണ് ട്ടോ. ഏതൊരു കളറിൽക്കും വൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ പേസ്റ്റൽ കളർ കിട്ടും ട്ടോ. അങ്ങനെയാണ് ഞാനിവിടെ ഈ കളേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി വൈറ്റ് കളർ വെച്ചിട്ട് ആ ഒരു ക്ലേന്റെ മുകളിൽ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് മിറർ ഒട്ടിക്കാട്ടോ. നമ്മുടെ ഇവിടെയൊക്കെയുള്ള സ്റ്റേഷനറി ഷോപ്പിലും ഓൺലൈനായിട്ടും ഈ ഒരു മിറർ അവൈലബിൾ ആണ്. ഞാൻ ഈ ഒരു മിറർ മേടിച്ചിട്ടുള്ളത് ഓൺലൈനായിട്ട് തന്നെയാണ് ട്ടോ. ഈ ഒരു മിറർ ഓരോരോ കളത്തിലായി മുഴുവനായി നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ ഇത് മുഴുവനായി ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് അക്രലിക് പെയിന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ഡോട്ട്സ് ഇടുന്നതായിക്കോട്ടെ മിറർ ഒട്ടിക്കുന്നതായിക്കോട്ടെ ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ട്ടോ. ഒരുപാട് ക്ഷമയുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ലിപ്പൻ ആർട്ടും ഇതിന്റെ കൂടെ കൊടുക്കാട്ടോ. ഇത് ഒരുപാട് നാളായതുകൊണ്ട് തന്നെ വാർണിഷ് ചെയ്യാത്തതുകൊണ്ട് ഇതിന്റെ കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട.